ഹലോ ഫ്രണ്ട്സ്, നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു പാൻ എടുക്കുക. അതിൽ ഞാൻ ഫ്ലെയിം ഇപ്പോൾ ഓൺ ആക്കിയിട്ടില്ല. അതിലോട്ടേക്ക് 2.5 കപ്പ് പാൽ ഒഴിക്കുക. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും അതുപോലെ തന്നെ പാകത്തിന് മധുരം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരം ഒത്തിരി വേണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഇടണ്ട, കുറച്ച് തന്നെ ഇട്ടാൽ കൊടുത്താൽ മതി. കാരണം ഫ്രൂട്ട്സിനും അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഒരു ഇച്ചിരി സ്വീറ്റ് വേണമെന്നുള്ളവർക്ക് ഇച്ചിരി മധുരത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ റമദാനൊക്കെ ആകുമ്പോൾ ഫ്രൂട്ട് സലാഡൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. സിമ്പിളായിട്ട് നമ്മൾ വേറെ പണികൾ ചെയ്തുകൊണ്ടിടയിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെക്കാൻ പറ്റും ഇതിങ്ങനെ ആക്കുമ്പോൾ. ഇപ്പോഴാണ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയത്. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി ആവും. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ബൗളിലോട്ടേക്ക് ഇത് മാറ്റി വയ്ക്കാം. കാരണം ഇതിൽ കിടന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട പിടിച്ച് പോകും കേട്ടോ ചൂടുണ്ടാകുമ്പോൾ പാനിന്. ഇനി നമുക്കിതൊരു 1 അവർ റെഫ്രിജറേറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് തണുത്ത് ഒന്ന് സെറ്റായിട്ട് വരുമേ. ചൂടോടെ വെക്കരുത്, ചൂടൊന്ന് അറിയുന്ന ശേഷം വേണം ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാണോ ഉള്ളത് നിങ്ങളെടുത്ത് അതൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇച്ചിരി സ്ട്രോബെറിയും മാംഗോയും ഇച്ചിരി അനാറും പിന്നെ കുറച്ച് ബനാനയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ സെർവ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് സെർവ് ചെയ്യുന്ന ബോളിലോട്ടേക്ക് മാറ്റിയിട്ട് ഒന്ന് ഇഷ്ടമുള്ള പോലെ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്യണേ. ബൈ ബൈ.